ഹിഡൻ ലവ് എന്ന ഡ്രാമയുടെ 7ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഗ്രാജുവേഷൻ സെറമണി ദിവസം രാത്രി കുടിച്ച് ലെവൽ തെറ്റി യാനെ വീട്ടിലേക്ക് എത്തിച്ച ജാഷുവിനോട് അന്ന് രാത്രി അവിടെ തങ്ങാൻ അമ്മ നിർബന്ധിക്കുന്നു. അവനെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനും ഡ്രസ്സ് എടുത്തു കൊടുക്കാനുമൊക്കെ സാക്ഷിയാണ് അമ്മ ഏൽപ്പിച്ചത്. അവൾ അവനെ യാൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മാറിയിടാനുള്ള ഡ്രസ്സ് എടുത്ത് കൊടുത്ത ശേഷം അലമാരയുടെ താഴത്തെ ഡ്രോയർ തുറന്നു വെച്ച് ബാക്കി സാധനങ്ങൾ ഇതിലിരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഓടുന്നു. ഇന്നർവേഴ്സും മറ്റും അതിലിരിക്കുന്നത് കണ്ടപ്പോൾ അവനും ചെറിയ ചമ്മൽ ഫീൽ ചെയ്യുന്നുണ്ട്. കുറേ സമയം കഴിഞ്ഞ് സാക്ഷി ബാൽക്കണിയിലേക്ക് ഇറങ്ങിയപ്പോൾ ജാഷു ഉറങ്ങാതെ അവിടെ ഒരിടത്തിരിക്കുന്നത് കണ്ട് അവൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അവൻ്റെ അച്ഛൻ്റെ കണ്ടീഷൻ തൽക്കാലം നോർമലായെങ്കിലും ഏത് സമയം വേണമെങ്കിലും വീണ്ടും ഐസിയുവിലേക്ക് പോകേണ്ടി വന്നേക്കാം എന്ന് ഡോക്ടർ അറിയിച്ചിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു അവൻ. ഗ്രാജുവേഷൻ്റെ വേഷത്തിലുള്ള ഒരു ഫോട്ടോ അയച്ചു തരുമെന്നൊക്കെ ജിയാങ് അവന് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിലും അവനതിന് റിപ്ലൈ നൽകുന്നില്ല. ആ സമയത്താണ് സാക്ഷി അവൻ്റെ അടുത്തേക്ക് ചെന്നത്. ഉറങ്ങാതിരിക്കുന്നത് എന്താണെന്ന് അവൾ ചോദിച്ചപ്പോൾ ബെഡ് പരിചയമില്ലാത്തത് കൊണ്ടായിരിക്കും, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്നവൻ കള്ളം പറയുന്നു. അവൻ മുമ്പ് സോഫയിൽ കിടന്നുറങ്ങുന്നത് കണ്ടിട്ടുള്ളത് കൊണ്ട് സോഫയിൽ കിടന്നുറങ്ങിക്കൂടെ എന്നവൾ ചോദിച്ചെങ്കിലും ഞാൻ ഇവിടെ ഇരുന്നോളാം, കുറച്ച് കഴിയുമ്പോൾ തനിയെ ഉറങ്ങിക്കോളും എന്നാണ് അവൻ പറഞ്ഞത്. അവളോട് പോയി കിടന്നുറങ്ങിക്കോളാനും പറയുന്നു. അവനെന്തോ മൂഡ് ഓഫിലാണ് എന്നവൾക്ക് തോന്നിയതിനാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ, ഞാൻ വേറെ ആരോടും പറയില്ല, ആരോടെങ്കിലും പറയുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടുമെന്നൊക്കെ അവൾ പറയുന്നു. അവൻ പക്ഷേ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതേ ഉള്ളൂ. പറയാൻ പറ്റാത്തതാണെങ്കിൽ പറയണ്ട, ഞാൻ കുറച്ച് സമയം കമ്പനിക്ക് ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ കൂടെ ഇരിക്കുന്നു. കുറേ സമയം ഒന്നും മിണ്ടാതിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊരു രഹസ്യം പറയാം, എനിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട് എന്നവൻ പറയുന്നു. എത്രയുണ്ട്, വലിയ തുകയാണോ എന്നൊക്കെ അവൾ ചോദിച്ചപ്പോൾ അവൻ വ്യക്തമായി ഒന്നും പറയുന്നില്ല. അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട, ഞാൻ വളർന്നു കഴിഞ്ഞ് ജോലി കിട്ടിക്കഴിയുമ്പോൾ ക്യാഷ് ഉണ്ടാക്കി ചേട്ടൻ്റെ കടം വീട്ടാൻ സഹായിക്കാം എന്നവൾ പറയുന്നു. ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ വാക്കുകളാണെന്നെങ്കിലും അവനത് വലിയ ആശ്വാസം പോലെ തോന്നുന്നു. ഞാൻ കുട്ടികളിയായി പറഞ്ഞതല്ല, സീരിയസ് ആയി പറഞ്ഞതാണ് എന്നവൾ പറഞ്ഞപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ തലയിലും തലോടിക്കൊണ്ട് ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയ കടങ്ങളല്ല, അതുകൊണ്ട് നീ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട, അതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, നീ കാശ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഭംഗിയുള്ള കുറേ ഡ്രസ്സ് വാങ്ങിച്ചിട്ടാൽ മതി എന്നവൻ പറയുന്നു. അവൻ്റെ അടുത്തുനിന്ന് മുറിയിലേക്ക് പോയിട്ടും അവൻ പറഞ്ഞതിനെക്കുറിച്ച് ചിന്തിച്ച് അവൾക്ക് ഉറക്കം വരുന്നില്ല. അവൾ സ്റ്റാർ ഉണ്ടാക്കുന്നൊരു പേപ്പർ എടുത്ത് ഒരുപാട് ക്യാഷ് ഉണ്ടാക്കി ജാഷുവിൻ്റെ കടം വീട്ടാൻ സഹായിക്കണം എന്നൊരാഗ്രഹം എഴുതി അതുകൊണ്ട് സ്റ്റാർ ഉണ്ടാക്കി ആ കുപ്പിയിലിടുന്നു. അവൾ പലപ്പോഴായി എഴുതി കുറേ ആഗ്രഹങ്ങൾ ഇപ്പോൾ സ്റ്റാറുകളായതിൽ കിടപ്പുണ്ട്. ജാഷു ഈ സമയം പുറപ്പെടാൻ തയ്യാറായി ഇറങ്ങിയിരുന്നു. ലിവിംഗ് റൂമിലെ സോഫയിൽ അലങ്കുലമായി കിടന്നിരുന്ന പില്ലോ ഒക്കെ എടുത്ത് നേരെ വെച്ചിട്ടാണ് അവൻ പോയത്. ഇനി ചിലപ്പോൾ അങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്നൊരു തോന്നൽ അവൻ്റെ മുഖത്തുണ്ട്. അവൻ പുറത്തിറങ്ങി വാതിലടയ്ക്കുന്ന ശബ്ദം അപ്പോഴും ഉറങ്ങിയിട്ടില്ലാതിരുന്ന സാക്ഷി കേൾക്കുന്നു. പക്ഷേ അവിടെ ആരെയും കാണാത്തത് കൊണ്ട് അവൾ സംശയം തോന്നി ബാൽക്കണിയിൽ ഇറങ്ങി നോക്കുന്നു. പുറത്തിറങ്ങി ജാഷു വെറുതെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവളെ കാണുന്നുണ്ട്. ഫോൺ വിളിക്കാമെന്ന് ആംഗ്യം കാണിച്ചിട്ട് അവളോട് യാത്ര പറഞ്ഞാണ് അവൻ പോയത്. അവൾക്ക് പക്ഷെ അവൻ പോകുന്നതിൽ നല്ല വിഷമം ഫീൽ ചെയ്യുന്നുണ്ട്. അവൻ കണ്ണിൽ നിന്ന് മറഞ്ഞ ശേഷം ആണ് അവൾ മുറിയിലേക്ക് കയറിയത്. ബെഡിൽ ചെന്ന് വിഷമിച്ചിരിക്കുമ്പോൾ അവളുടെ ഫോണിലേക്ക് അവൻ്റെ മെസ്സേജ് വരുന്നു. വെളുപ്പിനത്തെ ഫ്ലൈറ്റിന് ഇഹയിലേക്ക് മടങ്ങിപ്പോവുകയാണ്, എനിക്ക് വേണ്ടി നിന്റെ പേരൻസിനോടൊന്ന് പറഞ്ഞേക്കണം, നന്നായി പഠിക്കണം, മാർക്കിനെ കുറിച്ച് എനിക്ക് മെസ്സേജ് അയക്കാൻ മറക്കരുത് എന്നാണ് അവൻ അയച്ചിരിക്കുന്നത്. എനിക്ക് തന്ന പ്രോമിസ് മറക്കരുത് എന്ന് അവൾ ഉടൻ തന്നെ റിപ്ലൈ ഇടുന്നുണ്ട്. ഏത് പ്രോമിസാണ്, ഗിഫ്റ്റിൻ്റെ കാര്യമായിരിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവൻ പോയത്. ഗേൾഫ്രണ്ടിൻ്റെ കാര്യമാണ് അവൾ ഉദ്ദേശിച്ചതെന്ന് അവന് മനസ്സിലാകുന്നില്ല. പിന്നെയുള്ള കുറേ ദിവസങ്ങൾ പഠനത്തിൽ മാത്രമായിരുന്നു അവളുടെ ശ്രദ്ധ. കോളേജ് പഠനത്തിന് ഓരോ യൂണിവേഴ്സിറ്റിയിലും അഡ്മിഷൻ കിട്ടണമെങ്കിൽ പരീക്ഷയ്ക്ക് എത്ര സ്കോർ വാങ്ങണം എന്നുള്ള ബുക്ക്ലെറ്റ് ഒരു ദിവസം സാർ ക്ലാസ്സിൽ വിതരണം ചെയ്തു. ഇഹേ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ എത്ര സ്കോർ വാങ്ങണം എന്നാണ് അവൾ ആദ്യമേ നോക്കിയത്. ഇപ്പോഴത്തെ നിലവാരത്തിൽ നിന്ന് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് കുറച്ചുകൂടി നന്നായി പഠിക്കാൻ അവൾ തീരുമാനിക്കുന്നു. ഇഹേ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടുക എന്നതാണ് എൻ്റെ സ്വപ്നമെന്ന് ഞാൻ കണ്ടെത്തി എന്നൊരു പേപ്പറിൽ എഴുതി അതുകൊണ്ട് സ്റ്റാർ ഉണ്ടാക്കി അവൾ കുപ്പിയിലിടുന്നുണ്ട്. മാത്രമല്ല സ്വപ്നം നേടിയെടുക്കാൻ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ഇഹേ യൂണിവേഴ്സിറ്റിയുടെ ഫോട്ടോയും അവിടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ട സ്കോർ ചാർട്ടും ഒക്കെ അവൾ മുറിയിൽ ഒട്ടിച്ചു വെക്കുന്നു. ആ സമയത്ത് അവൾക്ക് ക്ലാസ്സിൽ 13ാം റാങ്ക് ആയിരുന്നു. അടുത്ത ഓരോരോ തവണകളായി ഇമ്പ്രൂവ് ചെയ്ത ആദ്യ 10 റാങ്കുകളിൽ അവൾ എത്തുന്നു. ഓരോ തവണയും മാർക്ക് കിട്ടുമ്പോൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് അവൻ അയച്ചു കൊടുക്കാറുമുണ്ട്. അവൾ ഓരോ തവണ ഇമ്പ്രൂവ് ചെയ്യുമ്പോഴും അവൻ പ്രോമിസ് ചെയ്തിരുന്ന പോലെ അവൾക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നു. അതും അവൾക്ക് കൂടുതൽ നന്നായി പഠിക്കാനുള്ള പ്രോത്സാഹനമായിരുന്നു. അങ്ങനെ ആവേശത്തോടെ പഠനം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ജാഷുവിന് ഗേൾഫ്രണ്ടിനെ കിട്ടിയെന്ന് ഞാൻ ആരുടെ ഫോണിലൂടെ സംസാരിക്കുന്നവൾ കേട്ടത്. അവൻ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ അത് സത്യം തന്നെയാണോ എന്നവൾ ചോദിക്കുന്നു. ഫൈയാണ് പറഞ്ഞത്, സത്യമായിരിക്കാനാണ് സാധ്യത എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൾ വിഷമത്തോടെ മുറിയിലേക്ക് കയറി പോകുന്നു. മുറിയിലെത്തിയിട്ടും അത് സത്യമാണെന്ന് വിശ്വസിക്കാൻ അവൾക്ക് മനസ്സുണ്ടായിരുന്നില്ല. ഗേൾഫ്രണ്ടിനെ കണ്ടെത്തിയാൽ ആദ്യം ഫോട്ടോ എന്നെ കാണിക്കണം എന്നവൾ അവനെക്കൊണ്ട് പ്രോമിസ് ചെയ്യിച്ചതാണല്ലോ, അത് അവൻ മറന്നു കാണുമെന്നൊക്കെ അവൾ വിഷമത്തോടെ ചിന്തിക്കുന്നു. ഗേൾഫ്രണ്ടിൻ്റെ കാര്യം ചോദിച്ചുകൊണ്ട് അവന് മെസ്സേജ് അയക്കാൻ തുടങ്ങിയെങ്കിലും പിന്നീട് വേണ്ടെന്ന് വെക്കുന്നു. ഒരു മനസ്സമാധാനം ഇല്ലാത്തതുകൊണ്ട് നേരിട്ട് അവരോട് ചോദിച്ചാലോ എന്ന് ചിന്തിച്ച അവൾ അടുത്ത ദിവസം അതിരാവിലെ തന്നെ ആരും അറിയാതെ ഇഹയിലേക്ക് പുറപ്പെടുന്നു. അവൾ അവിടുത്തെ എയർപോർട്ടിൽ ചെന്നിറങ്ങിയപ്പോഴാണ് നീ എന്താണ് ഇതുവരെ ട്യൂഷൻ ക്ലാസ്സിൽ എത്താതിരുന്നത് എന്ന് ചോദിച്ച് ഞാൻ അവളുടെ ഫോണിലേക്ക് വിളിച്ചത്. ഇപ്പോൾ ഇഹയിലാണ് എന്നവൾ അവനോട് പറയുന്നു. മുമ്പ് ഓൺലൈൻ ഡേറ്റിംഗ് പാർട്ട്ണറെ കുറിച്ച് ഒരു കള്ളക്കഥ അവൾ അവരോടൊക്കെ പറഞ്ഞിരുന്നല്ലോ, അവനെ കാണാൻ വേണ്ടി അവൻ പറഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് അവൾ കള്ളം പറയുന്നു. ജാഷുവിൻ്റെ നാടായതുകൊണ്ട് അവനെ വിളിച്ച് വിവരം പറയാം, നീ എയർപോർട്ടിൽ തന്നെ വെയിറ്റ് ചെയ്യണം, അവിടെ നിന്ന് പുറത്തിറങ്ങി നിന്റെ ഡേറ്റിംഗ് പാർട്ട്ണറെ എങ്ങാനും കണ്ടു എന്ന് ഞാൻ അറിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും എന്നവൾക്ക് വാണിംഗ് കൊടുത്തിട്ട് ഞാൻ ഫോൺ വയ്ക്കുന്നു. സത്യത്തിൽ അവൻ ജാഷുവിനെ വിവരം അറിയിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു അവളും. ഞാൻ ആദ്യം പേരൻസിനെ വിളിച്ച് വിവരം പറയുന്നു. അവർ ഉടനെ തന്നെ അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ആ ഡേറ്റിംഗ് പാർട്ട്ണറുമായി ഇനിയൊരു കണക്ഷൻ ഉണ്ടാകില്ല എന്ന് നീ ഞങ്ങൾക്ക് വാക്ക് തന്നിരുന്നല്ലേ,
എന്ന് അച്ഛൻ ചോദിച്ചു തുടങ്ങിയെങ്കിലും തൽക്കാലം അതൊന്നും സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് അമ്മ അദ്ദേഹത്തെ തടഞ്ഞിട്ട് എയർപോർട്ടിൽ ചുറ്റിക്കറങ്ങി നടക്കരുത്, സേഫ്റ്റിയാണ് പ്രധാനം, ആളുകൾ കൂടുതലുള്ള ഭാഗത്ത് വേണം നിൽക്കാൻ, ആരെങ്കിലും അടുത്തേക്ക് വരികയോ മറ്റോ ചെയ്താൽ അവിടുത്തെ സ്റ്റാഫിനെ വിവരം അറിയിക്കണം, ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് ജാഷു ഉടനെ അവിടെ എത്തും, അവൻ പറയുന്നതുപോലെ ചെയ്യണം എന്നൊക്കെ അവളെ ഉപദേശിക്കുന്നു. അപ്പോഴേക്കും ജാഷു അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നതിനാൽ അവരോട് പറഞ്ഞ് കോൾ കട്ട് ചെയ്തിട്ട് അവൾ അവൻ്റെ കോൾ അറ്റൻഡ് ചെയ്യുന്നു. അവൾ ഇരിക്കുന്ന സ്ഥലം ചോദിച്ചിട്ട് അവൻ കോൾ കട്ട് ചെയ്യുന്നു. അല്പസമയത്തിനുള്ളിൽ അവിടെ എത്തുകയും ചെയ്യുന്നു. പക്ഷെ അവൻ്റെ കൂടെ ഒരു ലേഡിയും ഉണ്ടായിരുന്നു. അത് അവൻ്റെ ഗേൾഫ്രണ്ട് ആയിരിക്കും എന്ന് കരുതിയ സാക്ഷി അപ്പോൾ തന്നെ ഹൃദയം തകർന്ന അവസ്ഥയിലെത്തുന്നു. അവൻ അടുത്തേക്ക് വന്നപ്പോൾ മുഴുവൻ അവൾ ശ്രദ്ധിച്ചത് ആ പെണ്ണിനെയാണ്. നീ നന്നായി പഠിക്കാം എന്ന് എനിക്ക് വാക്ക് തന്നിരുന്നല്ലേ, ഇത്ര ദൂരം തനിച്ച് യാത്ര ചെയ്യാനുള്ള ധൈര്യമൊക്കെ നിനക്കായോ എന്ന് ചോദിച്ച് ജാഷു അവളെ വഴക്ക് പറയാൻ തുടങ്ങുന്നു. പക്ഷേ ഇതാരാണ്, നിന്റെ ഗേൾഫ്രണ്ടാണോ? ഗേൾഫ്രണ്ടിനെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ എന്നെ കാണിക്കാമെന്ന് എനിക്ക് വാക്ക് തന്നത് നീ മറന്നോ എന്നൊക്കെ മനസ്സിൽ ചോദിച്ചല്ലാതെ അവൾ പുറത്തേക്കൊന്നും പറയുന്നില്ല. അവൾ മിണ്ടാതിരിക്കുന്നത് അവനെ ഒന്നുകൂടി ദേഷ്യം പിടിപ്പിക്കുന്നു. അവളെ ഒരുപാട് വഴക്ക് പറയരുത് എന്ന് കൂടെയുള്ള പെണ്ണ് അവനോട് പറയുന്നുമുണ്ട്. അവൻ കോട്ടൂരി അവളുടെ കാലിലേക്ക് ഇട്ടുകൊണ്ട് അവളുടെ മുന്നിലേക്ക് ഇരുന്നിട്ട് അവൻ നിന്നെ കാണാൻ വന്നിരുന്നു എന്ന് ചോദിക്കുന്നു. അവൻ എന്നെ ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ചെറിയ കുട്ടിയാണ് എന്നാണ് അവൻ പറഞ്ഞത് എന്ന് അവൾ വിഷമത്തോടെ പറയുന്നു. അവൻ പോയി എന്നറിഞ്ഞപ്പോൾ നീ ശരിക്കും ചെറിയ കുട്ടിയാണ്, ഈ പ്രായത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നവൻ പറയുന്നു. പക്ഷേ ഞാൻ വളരുമല്ലോ എന്നവൾ പറഞ്ഞപ്പോൾ നീ വളരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നവൻ പറയുന്നു. പക്ഷെ അപ്പോഴേക്കും അവൻ വേറെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാലോ എന്നവൾ വിഷമത്തോടെ ചോദിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സാരമില്ല, അതിനേക്കാൾ ബെറ്ററായ ആരെങ്കിലും നിനക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് പറഞ്ഞവൻ സമാധാനിപ്പിക്കുന്നു. എന്നേക്കാൾ ബെറ്ററായി നീ കണ്ടെത്തിയ ആളായിരിക്കും ഈ പെണ്ണല്ലേ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ കരയുന്നു. പെട്ടെന്ന് തന്നെ കണ്ണു തുടച്ചുകൊണ്ട് ഇങ്ങനെ അവനെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നതിന് അവനോട് സോറി പറയുന്നു. ഇതെനിക്കൊരു ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കണ്ണു തുടയ്ക്കാൻ ടിഷ്യൂ പോക്കറ്റിൽ തിരിഞ്ഞെങ്കിലും കിട്ടുന്നില്ല. കൂടെ ഉണ്ടായിരുന്ന ലേഡി ടിഷ്യൂ പേപ്പർ നൽകിയപ്പോൾ അത് സാക്ഷിക്ക് കൊടുത്തിട്ട് അവളോട് കണ്ണു തുടയ്ക്കാൻ പറയുന്നു. നിനക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്ന് പേടിച്ചാണ് ഞങ്ങളെല്ലാവരും ടെൻഷനായത്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നറിഞ്ഞപ്പോഴാണ് സമാധാനമായത്. വാഷ്റൂമിൽ പോയി മുഖമൊക്കെ കഴുകി വൃത്തിയാക്കി വാ, അതിനുശേഷം ഞാൻ നിനക്ക് ലഞ്ച് വാങ്ങിത്തരാം എന്നവൻ അവളോട് പറയുന്നു. എനിക്കിപ്പോൾ കഴിക്കാൻ തോന്നുന്നില്ല, വീട്ടിൽ പോകാനാണ് തോന്നുന്നത് എന്നവൾ പറഞ്ഞപ്പോൾ എന്തായാലും അതിനു മുമ്പ് ഭക്ഷണം കഴിച്ചല്ലേ പറ്റൂ, നിന്റെ ID കാർഡ് താ, ഞാൻ അടുത്ത ഫ്ലൈറ്റ് എപ്പോഴാണെന്ന് നോക്കാം എന്നവൻ പറയുന്നു. കൂടെ ഉണ്ടായിരുന്ന ലേഡി അവൾക്കൊപ്പം വാഷ്റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ തനിച്ചു പോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കാർഡിരിക്കുന്ന പേഴ്സ് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് വാഷ്റൂമിൽ പോകാനായി എഴുന്നേൽക്കുന്നു. അവൻ കോട്ട് അവൾക്ക് ഇട്ട് കൊടുത്തിട്ട് അവളോട് പോയിട്ട് വരാൻ പറയുന്നു. കരഞ്ഞുകൊണ്ടാണ് അവൾ മുന്നോട്ട് ഇറങ്ങുന്നത്. വാഷ്റൂമിൻ്റെ അടുത്ത് നിന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ജാഷുവും മറ്റേ പെൺകുട്ടിയും കൂടി സംസാരിക്കുന്നത് കണ്ട് അവളുടെ കരച്ചിലിന് ശക്തി ഒന്നുകൂടി കൂടുന്നു. കുറച്ചുകൂടി മുന്നോട്ട് നടന്ന ശേഷം തറയിൽ കുത്തിയിരുന്ന് അവൾ ഒരുപാട് കരയുന്നുണ്ട്. കുറേ സമയം കഴിഞ്ഞ് കരച്ചിലൊക്കെ അടക്കിയ ശേഷമാണ് അവൾ തിരികെ ചെന്നത്. അപ്പോൾ ജാഷു മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ കോട്ടൂരി അവൾ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. അവൾ അടുത്തേക്ക് ചെന്നപ്പോൾ നീ എന്താണ് കോട്ട് ഊരിയതെന്ന് പറഞ്ഞ് അവൻ വീണ്ടും കോട്ടിട്ടുകൊടുക്കാൻ തുടങ്ങിയെങ്കിലും അവൾ വേണ്ടത് പറയുന്നു. മറ്റേ ലേഡി എവിടെയെന്ന് ചോദിക്കുന്നുമുണ്ട്. അവൾക്ക് അത്യാവശ്യമായി പോകേണ്ടി വന്നു എന്ന് അവൻ അറിയിക്കുന്നു. അവൾ അപ്പോഴും പിണങ്ങി നിൽക്കുന്ന പോലെ തോന്നിനാൽ ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞതിന് ദേഷ്യമാണെന്ന് അവൻ ചോദിക്കുന്നു. പക്ഷെ അവൾ മറുപടിയൊന്നും പറയുന്നില്ല. തമ്മിൽ കണ്ടിട്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂവെങ്കിലും കഴിഞ്ഞതെല്ലാം മറന്നുപോലെയാണല്ലോ നീ, ഈ പിള്ളേരുടെ ഒരു കാര്യം ഒട്ടും സ്നേഹമില്ല എന്നൊക്കെ അവൻ തമാശയായി പറയുന്നുണ്ട്. തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് എത്ര രൂപയായി എന്ന് അവൾ അപ്പോൾ ചോദിക്കുന്നു. അത് വലിയ തുകയൊന്നുമല്ല, അത് കാര്യമാക്കണ്ട, ഫ്ലൈറ്റിന് നീ സമയമുണ്ട്, അതിനു മുമ്പ് ലഞ്ച് കഴിക്കാമെന്ന് പറഞ്ഞ് അവൻ അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അവൾക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും മതി എന്ന് പറഞ്ഞതുകൊണ്ട് ലൈറ്റ് ഫുഡാണ് അവൻ വാങ്ങിയത്. കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവൻ 1-2 തവണ ചുമയ്ക്കുന്നത് കണ്ട് പനിയാണോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ചെറിയ ജലദോഷം, അത്ര കാര്യമാക്കാനില്ല എന്നവൻ പറയുന്നു. അതിനുശേഷം അവൾ ബാഗിലുണ്ടായിരുന്ന അവന് വാങ്ങി വെച്ചിരുന്ന ടൈ അവന് നൽകുന്നു. അവന് കൊടുക്കാൻ വേണ്ടി ഒരു പാപ്പ കൊണ്ടുവന്നിരുന്നെങ്കിലും അത് അവൾ ഇപ്പോൾ പുറത്തെടുക്കുന്നില്ല. അവളോട് പറഞ്ഞിട്ട് അവൻ അപ്പോൾ തന്നെ അത് തുറന്നു നോക്കുന്നു. ടൈ അവൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നിനക്കെൻ്റെ കാര്യം ഓർമ്മയുണ്ടായിരുന്നല്ലേ എന്നവൻ ചോദിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ അവനൊരു കോൾ വരുന്നു. അവൻ കുറച്ച് മാറി നിന്ന് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഇരിപ്പുണ്ടായിരുന്ന അവൻ്റെ പേഴ്സ് എടുത്ത് അവൾ ടിക്കറ്റിൻ്റെ ക്യാഷ് അതിൽ വെച്ചിട്ട് പേഴ്സ് തിരികെ വെച്ച് ഒന്നും അറിയാത്തതുപോലെ ഇരിക്കുന്നു. ഫ്ലൈറ്റിനുള്ള സമയമായപ്പോൾ അവൻ അവളെ ചെക്ക് ഇൻ കൗണ്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവിടുന്നു. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അച്ഛനും അമ്മയും പറയുന്ന പോലെ ചെയ്യണം, ഇത് നിന്റെ പഠിത്തത്തെ ബാധിക്കാൻ ഇടവരരുത് എന്നൊക്കെ അവൻ ഉപദേശിക്കുന്നു. ബാഗിലുണ്ടായിരുന്ന പാവയെടുത്ത് അവൾ അവന് നൽകുന്നു. മുമ്പ് ക്ലോ മെഷീനിൽ നിന്ന് അവൻ തന്നെ അവൾക്ക് എടുത്തു കൊടുത്ത പാവയായിരുന്നു അത്. ചേട്ടന് സന്തോഷമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവളത് കൊടുത്തത്. നീ സന്തോഷമായിരിക്കണം എന്നവൻ പറയുന്നു. അതിനുശേഷം അവൾ യാത്ര പറഞ്ഞു പോകുന്നു. അങ്ങനെ സാങ്ഷിയുടെ ഫസ്റ്റ് ക്രഷിന് ഒരു താൽക്കാലിക എൻഡിങ് സംഭവിക്കുകയാണ്. അവൾ തിരികെ അവളുടെ നാട്ടിലെ എയർപോർട്ടിൽ എത്തിയപ്പോൾ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ അവളെ വഴക്ക് പറയാനുള്ള തയ്യാറെടുപ്പിലാണ് നിന്നത്. എങ്കിലും അവളുടെ വിഷമിച്ചുള്ള വരവ് കണ്ടപ്പോൾ ഒന്നും പറയാൻ തോന്നില്ല. കഴിഞ്ഞതെല്ലാം വിട്ടേക്ക്, അമ്മ നിന്റെ പ്രശ്നം കാരണം ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്നുണ്ട്, നിനക്ക് ചിലപ്പോൾ വഴക്ക് കിട്ടേക്കും എന്നൊക്കെ അവൻ പറയുന്നു. പക്ഷെ അവൾ ഒന്നും കേൾക്കുന്നത് പോലുമില്ല. മാത്രമല്ല അവനെ കണ്ടപ്പോൾ കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. ഇത് ഇത്ര കാര്യമാക്കാനുണ്ടോ, ഒരു ഫ്രൈഡ് ചിക്കൻ വാങ്ങി തിന്നാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൾ അവനെ കെട്ടിപ്പിടിച്ച് ഉറക്കെ കരയുകയാണ്. നിനക്ക് ഇഷ്ടമുള്ള കോമിക് ബുക്കിൻ്റെ കുറേ ലക്കങ്ങൾ ഒരുമിച്ച് വാങ്ങിത്തരാം, ആരെങ്കിലും വിട്ട് നമുക്ക് അവനെ അടിപ്പിക്കാം എന്നൊക്കെ അവളെ സമാധാനിപ്പിക്കാനായി അവൻ പലതും പറയുന്നു. അവർ തിരികെ വീട്ടിലെത്തിയപ്പോഴേക്കും രാത്രിയായിരുന്നു. അച്ഛൻ ഹാളിൽ തന്നെ ഇരുന്ന് ലാപ്ടോപ്പിൽ എന്തോ ചെയ്യുകയാണ്. അവളെ കണ്ടപ്പോൾ നീ തിരിച്ചു വന്നതെന്ന് മാത്രം ചോദിച്ചിട്ട് ജോലി തുടരുന്നു. ഡൈനിങ് ടേബിളിൽ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്ന അമ്മ, നീ വളരെ കുറച്ച് ഡ്രസ്സ് മാത്രമേ ഇട്ടിട്ടുള്ളല്ലോ, നല്ല തണുപ്പുണ്ട്, മുറിയിൽ പോയി എന്തെങ്കിലും കട്ടിയുള്ള എടുത്തിട്ട് കൊണ്ടുവരാൻ അവളോട് പറയുന്നു. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് ഞാൻ മുറിയിലേക്ക് പറഞ്ഞയക്കുന്നു. അവൾ മുകളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. സാക്ഷി ആകെ വിഷമിച്ച് മുറിയിലേക്ക് ചെന്ന് കയറുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എപ്പിലോഗിൽ ഞാൻ എയർപോർട്ടിൽ നിന്ന് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്തൊക്കെ അവൾ മുഖം പോലും
അവനെ കാണിക്കാത്ത വിധത്തിൽ ആകെ മൂഡ് ഓഫ് ആയാണ് കാറിലിരുന്നത്. നീ ആകെ ഹൃദയം തകർന്നിരിക്കുകയാണെന്ന് എനിക്കറിയാം. പക്ഷേ നീ ഇന്നൊപ്പിച്ച പ്രശ്നത്തിന്റെ ആഴം എത്രത്തോളമാണെന്ന് നിനക്കറിയാമോ? അച്ഛനും അമ്മയും നിന്നെ ഓർത്ത് അത്ര വിഷമിച്ചു എന്നറിയാമോ? ഈ പ്രായത്തിൽ ഇങ്ങനെയുള്ള ഇഷ്ടത്തിലൊന്നും ആകപ്പെടരുത്. ഇത് പഠിക്കേണ്ട സമയമാണ്. നിന്റെ സ്വന്തം ഐഡി ഉപയോഗിച്ചാണ് നീ ടിക്കറ്റ് വാങ്ങിയത്. ഏതെങ്കിലും ദുഷ്ടന്മാരുടെ കയ്യിൽ നീ ചെന്ന് പെട്ടിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ ഞാൻ അവളോട് ചോദിക്കുന്നു. അവൾ പക്ഷെ ഒന്നിനും മറുപടി നൽകുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് എന്നെങ്കിലും ഭാവിക്കാൻ അവൻ പറഞ്ഞപ്പോൾ അവൾ തലകുലുക്കുന്നു. എനിക്കങ്ങനെ ഒരു ഓൺലൈൻ ഡേറ്റിംഗ് പാർട്ട്ണർ ഇല്ല. ജാഷു എനിക്ക് തന്ന പ്രോമിസ് മറന്നുപോയെന്ന് അവനോട് ചോദിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ വരെ പോയത് എന്നവൾ മനസ്സിൽ പറയുന്നുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.